ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നമ്മള് വലിയ ആഡംബരമായിട്ടൊന്നും നടത്തുന്നില്ലല്ലോ. അപ്പൊ പിന്നെ 3 ദിവസം കഴിഞ്ഞുള്ള മുഹൂർത്തം എടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ലേ രഘുവേട്ട? എന്താ ഇത്ര തിരക്ക്? നിന്നെ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട്. അതെ, സുജാത പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും. മാറ്റി ചിന്തിക്കണമെങ്കിൽ പറയൂ. എന്താടാ? എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ ആർക്കാ വിരോധം? എങ്കിൽ പിന്നെ അത് തന്നെ നോക്കാം. എന്തിനാ വൈകിക്കുന്നെ? എന്തായാലും ഞങ്ങളുടെ മോളെ എത്രയും നേരത്തെ കൊണ്ടുപോകാമല്ലോ. അല്ല, ഒരു കണക്കിന് ആ തീരുമാനം നന്നായി. അല്ല, ഇപ്പോഴത്തെ കാലത്ത് തീരുമാനങ്ങള് ഒട്ടും വൈകിപ്പിക്കാൻ പാടില്ല. അല്ല, എന്നാ പിന്നെ മുഹൂർത്തം നോക്കാല്ലയോ? മുഹൂർത്തം നോക്കിയാട്ട്. 16-ാം തീയതി രാവിലെ 9:30-നും 11 മണിക്കും ഇടയിലാണ് മുഹൂർത്തം. ആ മുഹൂർത്തത്തിൽ ദേവാദി ദേവകളെല്ലാം അനുഗ്രഹത്തോടെ നിൽക്കുമെന്നാണ് കാണുന്നത്. എങ്കിൽ പിന്നെ ഞാനിത് മടക്കിക്കോട്ടെ. രഘുവേട്ട, ദക്ഷിണ കൊടുക്ക. ഭഗവാനെ കാത്തോണേ. അല്ല, ജോത്സ്യൻ എങ്ങനെയാ വന്നേ? ഞാൻ വേണേ ഹരിയോട് കൊണ്ടുപോയി ഇടാൻ പറയാം. ഏയ്, എനിക്ക് തൊട്ടടുത്തൊരു സ്ഥലത്തുകൂടി കയറാനുണ്ടോ? ഞാൻ നടന്നു പോയിക്കോളാം. ആ, ശരി. എങ്കിൽ ഞാൻ ഇറങ്ങുക. ആ, അപ്പോ ഇടുപിടി എന്ന് പറഞ്ഞൊരു കല്യാണിങ് വന്ന് കേറിയിരിക്കുകയാണ് അല്ലയോ സുജാതെ? അല്ല, കൊച്ചുമോൻ ഇതുവരെ കുളി കഴിഞ്ഞു വന്നില്ലേ? ജ്യോതി, അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വെച്ചോട്ടോ. അവിടെയുള്ളവരുടെ ശീലങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ശീലങ്ങളൊന്നുമില്ല മോളെ. നീ അങ്ങ് വന്ന് കേറിയ 1-2 ദിവസമായിട്ട് അച്ഛനും അമ്മയായിട്ട് പൊരുത്തപ്പെടും. അത്രേ ഉള്ളൂ. ആഹാ, മോർണിംഗ് വന്നേ.